ഗ്രേസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് വലിയ വീഡിയോ ഇടാത്തതിൽ കുറച്ച് പേരൊക്കെ പിണങ്ങി. അപ്പോൾ പിന്നെ വലിയ വീഡിയോയുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. രാവിലെ കിച്ചണിലേക്ക് നമ്മൾ ജോലി ചെയ്യാനായിട്ട് കയറി വരുമ്പോൾ ക്ലീനായൊരു കിച്ചൺ കാണുകയാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടും അല്ലേ? എനിക്കും അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടിട്ടാണ് കേട്ടോ ഉറങ്ങാൻ പോവാറ്. ഇന്നിപ്പോൾ കിച്ചണിലേക്ക് എത്തിയപ്പോൾ ഒരല്പം നേരം വൈകിട്ടുണ്ട്. കാരണം ഇന്ന് ഒരവധി ദിവസമാണ്. എല്ലാ ദിവസത്തെയും പോലെ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഓട്ടം ഓടേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരല്പം പതുക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പം ഞാൻ കിച്ചണിൽ ഒരൊറ്റ ലൈറ്റും ഇട്ടിട്ടില്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന നോർമൽ വെളിച്ചമാണ്, വിൻഡോസിലൂടെ കിട്ടുന്ന നോർമൽ വെളിച്ചമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ കിച്ചണിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പകൽ നമുക്ക് ലൈറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കാറ്റും വെളിച്ചവും കിട്ടുക, അതായിരുന്നു നമ്മുടെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുപ്പത്തേക്ക് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതോടുകൂടെ മട്ടയരിയാണ് നന്നായിട്ടൊന്ന് കഴുകി പുറത്ത് അടുപ്പത്ത് തീ കത്തിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാനിങ്ങനെ അവധി ദിവസമാണെങ്കിൽ പുറത്തടുപ്പത്ത് തീ കത്തിച്ചിട്ടാണ് ചോറ് വയ്ക്കുക എന്നുള്ളത്. അതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് കേട്ടോ എന്താണിപ്പം പുറത്ത് കൊണ്ടുപോയി ഇങ്ങനൊരടുപ്പ്. അതെനിക്ക് നമ്മുടെ വീട് പണിയുന്ന സമയത്ത് അകത്ത് പുകയില്ലാത്ത അടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പുകയെല്ലാം വന്ന് വീടൊക്കെ മോശമാവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻജിനീയർ ഒട്ടും സമ്മതിച്ചില്ല കേട്ടോ. എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പുറത്തിങ്ങനൊരു അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. മക്കൾ എഴുന്നേറ്റ് പാലൊക്കെ കുടിക്കുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ നൂലപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് മക്കൾ ചോദിച്ചോ ഡൗട്ടുണ്ട്. അവർ ജയ്ഹോ സിനിമയിൽ കണ്ടപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഇത് കണ്ടപ്പോൾ ഭയങ്കര സ്മൂത്താണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നൂലപ്പം ഉണ്ടാക്കാനായിരുന്നു എനിക്ക് ഏറ്റവും പേടി. കാരണം ചില സമയത്ത് മാവൊക്കെ ഇങ്ങനെ തുറിച്ചിട്ടൊക്കെ വരും. കറക്റ്റ് അതിൻ്റെ ഒരു പാകമായിട്ടില്ലെങ്കിൽ, നല്ലപോലെ കുഴച്ചില്ലെങ്കിൽ അതൊക്കെ കട്ട കുത്തി പോവുകയൊക്കെ ചെയ്യില്ലേ. ഇപ്പോൾ ആ ടെൻഷനൊക്കെ മാറിയിട്ടോ. ഗ്രീൻ പീസ് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ നോക്കി 9 മാസം മുമ്പിരിക്കുന്ന ചക്ക, അതുപോലെ തന്നെ കപ്പ, ഇത് രണ്ടും കണ്ടപ്പോൾ എന്നാൽ കപ്പ എടുക്കാമെന്ന് വിചാരിച്ചു. കപ്പ വെച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 2 മാസമായിട്ടുള്ളൂ. കപ്പ പുഴുങ്ങി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. മറ്റേ ചക്ക ഇരുന്ന് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് കുറച്ച് ദിവസമല്ല, കുറച്ച് നാളായി. ഇനിയിപ്പോൾ അതെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ കപ്പ എടുത്ത് പുറത്ത് തണുപ്പൊക്കെ മാറാൻ വെച്ച സമയം കൊണ്ട് കുറച്ച് കുഞ്ഞഞ്ചാള കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതാണല്ലോ. അപ്പോൾ അതൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് എനിക്ക് ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ് കേട്ടോ, ഗ്രേസ് ടൈമിൻ്റെ എംബ്ലം വെച്ചിട്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ മത്തി തന്നെയാണോ ചാളേനെ പറയുക? അല്ല, അത് രണ്ടല്ലേ. ഇത് കുഞ്ഞൻ മുളക് ചാറ് വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണേ. അത് ഉള്ളി, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഒരല്പം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കാത്തതാണെങ്കിൽ അല്ലെങ്കിൽ വറുത്തത് ചേർത്താലും മതി. അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മീനിട്ട് വറ്റിച്ച് നമ്മുടെ കുടപ്പുളിയൊക്കെ ചേർത്ത് എണ്ണ തെളിയണ വരെ, അതാണ് അതിൻ്റെ ഒരു പാകം. ആ സമയം കൊണ്ട്
ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പോയി വാങ്ങാൻ പോകണം. നെസ്റ്റോയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് അതിൽ നിന്ന് എഴുതിയെടുത്തു എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന്. കാരണം ഈ പ്രാവശ്യം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങുന്നില്ല. കാരണം നമ്മുടെ വീട്ടിൽ പെരുന്നാളും പരിപാടികളൊക്കെ വരുന്ന കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എഴുതിയിട്ട് പോയത്. അപ്പോൾ പിന്നെ അതിൽ കൂടുതലൊന്നും വാങ്ങില്ലല്ലോ. ഞാനും തുത്തും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. ചില സമയത്ത് നമ്മുടെ ക്യാമറ ഡീൽ ചെയ്യുന്നതും നമ്മുടെ തുത്തുവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഞാൻ രാവിലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസത്തേക്ക് ഇനി ബാക്കി എന്താണ് വേണ്ടത് അത് നോക്കിയിട്ട് മാത്രമാണ് സാധനങ്ങൾ വാങ്ങിയത്. ചിലപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് ചിലപ്പോൾ കുറേ ഇങ്ങനെ അടുത്ത മാസം പോകുമ്പോൾ അത് കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ടാവും. ഞാൻ പരമാവധി അത് ഒഴിവാക്കാറുണ്ട്. ഒരു മാസത്തേക്ക് എന്ന് കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ പിന്നെ ആകെയുള്ളത് നമ്മുടെ ഈ ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെ തന്നെ സോപ്പ് പൊടി, പേസ്റ്റ്, സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചു വയ്ക്കും. അല്ലാത്തതൊക്കെ പരമാവധി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കറക്റ്റ് തീരുക എന്ന് തന്നെ വിചാരിച്ചിട്ട് കണക്കാക്കിയിട്ട് തന്നെയാണ് വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്നെ സഹായിക്കാൻ കമ്മിറ്റിയിലെ 2 അംഗങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തൊക്കെ ഇങ്ങനെ വാർക്ക നടക്കുന്ന സമയത്ത് ഇഷ്ടിക അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യില്ലേ, അതുപോലെ ചെറിയ ആൾ മൂത്താൾക്ക് കൊടുക്കും, മൂത്താൾ എനിക്ക് തരും. ഇത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ എനിക്ക് കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ ഈ ഒരു ശീലം തുടങ്ങിയത്. കാരണം എത്രയോ വലിയ സ്ലിപ്പാണ് നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടുക. നമ്മളത് നോക്കാറേയില്ല. 2 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി. അതിന് ശേഷമാണ് ഞാനത് നോക്കി തുടങ്ങിയത്. ഇപ്പം ഞാനത് കൊണ്ടുവച്ച് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു സമാധാനമാവുള്ളൂ. അപ്പോൾ നമ്മൾ കപ്പ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കപ്പ നമ്മുടെ തൃശ്ശൂർക്കാർ കൊള്ളീന്ന് പറയും, ഞാൻ കപ്പ എന്നാണ് പറയുക. അപ്പോൾ ആ കപ്പ നന്നായിട്ടൊന്ന് നാളികേരവും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ കൂടെ ചേർത്തൊന്ന് ഒതുക്കിയിട്ടത്, അരച്ചതല്ല, ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നമ്മുടെ മീൻകറി അത് ചേർത്തിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന. കപ്പയും മീനും ഒരു അടാറ് കോമ്പിനേഷനാണ്. നോമ്പ് കാലത്തിരുന്ന് വീഡിയോ കാണുന്നവർ എന്നെ ഒന്നും പറയരുത് കേട്ടോ. വീഡിയോ ഇട്ടപ്പോൾ ഇത്തിരി ലേറ്റായി പോയെന്നേ ഉള്ളേ. ഇപ്പം എനിക്കും കട്ട നോമ്പ് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള പോക്ക് ഒന്ന് ബീച്ചിൽ പോകാം എന്ന് തീരുമാനിച്ചുള്ള യാത്രയാണ്. ഇത് കപ്പൽപ്പള്ളിയാണ് കേട്ടോ. കപ്പൽപ്പള്ളിയിൽ അവിടെ എത്തിയപ്പോൾ പെരുന്നാളിന് നല്ല എന്താ പറയുക മാല ബൾബൊക്കെ ഇട്ട് നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പോക്കാണ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാതെയുള്ള യാത്രയായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ബീച്ചിലേക്കാണ് ഇന്നത്തെ ലക്ഷ്യം. നമ്മൾ പറയില്ലേ എപ്പോഴും ജോലി വീട് ജോലി വീട്. അതിനേക്കാൾ ഉപരി ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഫാമിലിയായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. ഇതുപോലെ കുറച്ച് സമയം എല്ലാം മറന്നൊന്ന് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് നഷ്ടബോധം തോന്നും. നമ്മൾ എന്താ ചെയ്തേ, നമ്മൾ ഓടുവല്ലായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വളരെ ഇത്രയും സ്ട്രെസ്സൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി ടൈമാണ് നമുക്ക് നല്ല മെമ്മറീസായിട്ട് മാറുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഗ്രേസ് ടൈം. താങ്ക് യു.